ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ നമ്മൾ ഫാമിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് എഴുന്നേറ്റ് വന്ന് ചാണകമൊക്കെ കോരിയിരുന്നു കേട്ടോ. സമയം എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സമയം 5:40 കേട്ടോ. ഈ സമയത്താണ് കേട്ടോ ഇപ്പോൾ കറവയ്ക്ക് പോകാൻ പോണേ. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഒരു 5:15 എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ പശുവിൻ്റെ ചാണകമൊക്കെ കോരി കളഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്നും കിടന്നിട്ടുണ്ടായില്ല. ഇപ്പോൾ ഒരാൾ വീണ്ടും കിടക്കാൻ പോവുക കേട്ടോ. ഒരാൾ വീണ്ടും കിടന്നു. അപ്പോൾ ഇപ്പോൾ കുറേ ലേറ്റായിട്ടൊക്കെയാണ് പശുവിനെ കറക്കുന്നത്. അപ്പോൾ എല്ലാവരും കിടക്കുകയാണ്. വീരപ്പം മാത്രം എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പുകയ്ക്കണ ബക്കറ്റിൽ ഇങ്ങനെ വൈക്കോലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അവൻ എടുത്ത് കഴിക്കണം കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഫാം നല്ല നീറ്റായിട്ട് തന്നെ കേട്ടോ കിടക്കണത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചോറൊക്കെ കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസായിരുന്നു. എന്നാലും ഒരുപാട് ലൂസൊന്നല്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് കോരിക്കളയുന്ന രീതിയിലുള്ള ലൂസ് ഉണ്ടാവുള്ളൂ, അല്ലാതെ ഇങ്ങനെ ഒഴുകിയൊന്നും കിടക്കുകയൊന്നുമില്ല. അപ്പോൾ ആരും എഴുന്നേറ്റിട്ടില്ല. മരീച്ചികളെല്ലാവരും കിടക്കുക. അവർക്കറിയാം ഇപ്പോൾ കറക്കാൻ വരില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കിടക്കുക. നോക്കി ഒരാളുടെ കിടപ്പ് നോക്കി, ഇങ്ങനെ തലയൊക്കെ ചരിച്ച് വെച്ച് ഇങ്ങനെ കിടക്കുക കേട്ടോ. ശ്വാസം വലിക്കുന്ന ശബ്ദം കേട്ടോ വീരാ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫാം കിടക്കുമ്പോൾ നമുക്കൊരു ഇങ്ങോട്ട് കയറി വരാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ചില HF പശുക്കളുടെ ഫാമിലോട്ടൊക്കെ നമുക്ക് എപ്പോഴും ഇങ്ങനെ തണുത്ത് ഈർത്തൊക്കെ കിടക്കുകയുള്ളൂ. പിന്നെ മാറ്റിലൊക്കെയാണല്ലോ അവർ കിടക്കുന്നത്. ഇവിടെ മാറ്റൊന്നുമില്ല കേട്ടോ. ഈ തറയിൽ തന്നെയാണ് അവർ കിടക്കുന്നത്. അവർക്ക് മാറ്റൊന്നുമില്ല. മാറ്റൊന്നും ഇവർക്ക് ആവശ്യമില്ല കേട്ടോ. ഇവർ അങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഫാമിലല്ലല്ലോ അവർ കിടക്കുന്നത്. അപ്പം മിക്കവാറും അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ, മിക്കവാറല്ല നമ്മുടെ ഇപ്പോഴത്തെ ഫാമിലെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇനി ബക്കറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് കറവ തുടങ്ങാം. ഞാൻ ഇതുപോലെ രാത്രി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. തവിടുകളാണ്, ഗോതമ്പ് തവിടുണ്ട്, മറ്റേ ചോളത്തിൻ്റെ തവിടൊക്കെ ഉണ്ട്. അങ്ങനെ ചില സമയങ്ങളിലൊക്കെ കിട്ടണ പോലെ മാറ്റിയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ വെറ്റ് എന്ന് പറയുന്ന ഒരു ഫീഡുണ്ട്, അത് ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ. ഇത് ഈ ചോളത്തിൻ്റെ ഒരു ജ്യൂസൊക്കെ എടുത്തതിന് ശേഷം തന്നെ ഒരു മറ്റേ അതിൻ്റെ ആ ഒരു പിക്ചറൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ തീറ്റയൊക്കെ ഇനി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് കൂടുതൽ എടുക്കാനൊന്നുമില്ല കേട്ടോ. എല്ലാം എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ വെള്ളം കുടിക്കണത് അവർ പോണ വഴിക്ക് നമ്മൾ ഫ്രണ്ടിൽ തന്നെ പൈപ്പിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് കുടിച്ചിട്ടാണ് പോണത്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അവർ പറമ്പിൽ തന്നെ വെള്ളം കുടിച്ചിട്ടൊക്കെ വരികയാണ് ചെയ്യണത്. പിന്നെ വൈകുന്നേരം വരുമ്പോൾ അതുപോലെ തന്നെ ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഓരോരുത്തർ വരുന്നതനുസരിച്ച് അവർ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ കയറി വരിക. അപ്പോൾ ഇനി നമുക്ക് കറക്കാനായിട്ട് ബക്കറ്റൊക്കെ എടുത്തിട്ട് വന്ന് കറവ തുടങ്ങാം. വൈക്കോലൊക്കെ ഇങ്ങനെ പുൽത്തൊട്ടിയിൽ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സൈഡിലുള്ളവർ വൈക്കോലൊക്കെ കഴിക്കും. അപ്പുറ സൈഡിലുള്ളവർക്ക് രാത്രിയൊക്കെ കുറേശ്ശേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ അങ്ങനെ കിടക്കണ വൈക്കോലൊക്കെ കേട്ടോ ബക്കറ്റിലൊക്കെ എടുത്ത് നിറച്ച് വെക്കണേ പുകയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബക്കറ്റിൽ ഇനി പുകയ്ക്കും. അപ്പോൾ നമുക്ക് കൊതുകിൻ്റെ ഈച്ചയുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. നമുക്ക് കറവയ്ക്കും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കറക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് പുകയിട്ട് കൊടുക്കാം. ഈ പുകയൊക്കെ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. രാവിലെ ഇങ്ങനെ പുകയൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈച്ചയുടെ കൊതുകിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല. അപ്പോൾ പുകയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കറക്കാൻ തുടങ്ങാം. ഒരാൾക്ക് തീറ്റയൊക്കെ എടുത്ത് വെച്ചു. ഇനി കാലൊക്കെ കെട്ടി കറക്കാൻ പോവാണ്. അപ്പോൾ തീറ്റ ഓരോരുത്തർക്ക് വെച്ച് കൊടുത്തിട്ടാട്ടോ കറവ തുടങ്ങുക. അപ്പോൾ അവരതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നോളും. അല്ലാതെ തീറ്റ വയ്ക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ കാലൊക്കെ പൊക്കാനായിട്ടൊക്കെ നോക്കൂ കേട്ടോ. വെള്ളമൊക്കെ എടുത്ത് വെച്ചു.
പഠിച്ച് ഇംഗ്ലീഷ്. ഇല്ല ഇല്ല. ആ ഒന്നും കൂടി നോക്കാം. ആ ഇപ്പോൾ സമയം രാത്രി 9 മണി കഴിഞ്ഞു കേട്ടോ. 9:15 ആയി. അപ്പോൾ ഫാമിലുള്ളൊരു കാഴ്ചയോടുകൂടി ഇന്ന് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. രാവിലെ മുതലുള്ള ചെറിയ ചെറിയ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ദിവസങ്ങളിൽ നമുക്ക് ഇടാം. എല്ലാം പരിപാടികളും ഫാമിലെ കറവയും ക്ലീനിങ്ങും ഒക്കെ ഇട്ടിട്ട് ആ ഒരു ദിവസം ഇടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാം കാണാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞാനിങ്ങോട്ട് വന്നപ്പോൾ എഴുന്നേറ്റൊക്കെ നിന്നു കേട്ടോ. ഓരോരുത്തർ ചാണകമൊക്കെ ഇട്ടു, അതൊക്കെ ഞാൻ വാരിക്കളഞ്ഞു. അപ്പോൾ രാത്രിയിലത്തെ കാഴ്ചകൾ ഇതാണ്. വീരൻ നടക്ക് നിൽപ്പുണ്ട്, ഭദ്ര കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഈ ടൈം വരെയുള്ള ചാണകം ഇടലൊക്കെ കഴിഞ്ഞു. എന്ത് പറ്റി വീണ്ടും എഴുന്നേക്കണത്? കിടപ്പ് സുഖമായില്ലേ? കിടന്നുടനെ വീണ്ടും എഴുന്നേക്കാണ് അവൾ. എന്ത് പറ്റിയാവോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഫാം വീഡിയോ, ഫാമിലുള്ള കാഴ്ചകൾ. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.